പ്രിയനായ യോഗാധ്യക്ഷൻ, ഉദ്ഘാടകൻ, അതുപോലെ തന്നെ ഈ സമരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, വിശിഷ്ടാതിഥികൾ, നമുക്കറിയാം നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു രാജ്യത്ത് ഇരട്ട നീതി നടപ്പിലാക്കുന്ന ഒരു സംയമനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളമായാൽ അവർക്ക് അവകാശമില്ല, അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നു. അത് കർണാടകയിലെ ആകുമ്പോൾ അവർക്ക് ആ അവകാശം ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഇരട്ട നീതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ജാതി, മത, വർണ്ണ ലിംഗ വ്യത്യാസം മറന്നുകൊണ്ട്, രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട്, സംഘടന പക്ഷപാതിത്വം മറന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ സമരത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ടോൾ സമര സമിതി ഇവിടെ തീരുമാനമെടുത്തിട്ടുള്ളത് ഇതൊരു നല്ല രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയിലൂടെ നമ്മുടെ അവകാശം നേടുന്നതിന് വളരെ സമാധാനപ്രദമായിട്ടുള്ള ഒരു സമരത്തിനാണ് നമ്മൾ ഇവിടെ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. വെറും ഒരു മെസ്സേജ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ അണിചേർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, ഇവിടെയുള്ള അധികാരവർഗങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള അനീതികൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ അവകാശങ്ങളെ കൃത്യമായി നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും പാർട്ടികളും പൊതുജനങ്ങളെ ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഇവിടെയുള്ള വൻ പോരാട്ടത്തിന് നേതൃത്വം വഹിക്കുവാൻ ഈ സമരസമിതി മുന്നോട്ട് വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള ഇത്തരത്തിലുള്ള അനീതിക്കെതിരെയാണ് ഈ സമരത്തെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കുവാൻ ഒരു അധികാരത്തിന്റെ ഹുങ്ങ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരത്തിന്റെ തിണ്ണബലം കൊണ്ട് ഇല്ലാതെയാക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത് പൊതുജനത്തിന്റെ ശബ്ദമാണ്. ഇത് ഈ നാട്ടിലെ നീതി നിഷേധിക്കപ്പെട്ടവരുടെ ശബ്ദമാണ്. ഈ സമരം ആളിക്കത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് കൃത്യമായി ഈ സമരം വിജയിക്കുന്നത് വരെ ഈ പോരാട്ട രണരംഗത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും നേതൃത്വങ്ങളും മുന്നോട്ടുണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി.